ഇതാണ് അവസ്ഥ. മൊത്തം ക്ലൗഡ് കയറി കിടക്കുവാണ്, മൊത്തം ക്ലൗഡായിട്ട് നടക്കുവാണ്. എപ്പോൾ വേണോ മഴ വീണ്ടും പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 2-3 ദിവസമായി വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ട് ഇവർ മറ്റേ DJയുടെ ആക്ഷൻ ക്യാമറ 2 മേടിപ്പിക്കും. അതാണെങ്കിൽ വാട്ടർ പ്രൂഫാണ് ആ സാധനം. നോക്കട്ടെ, ഫണ്ട് കയ്യിൽ കുറവാണ്. ഫണ്ട് സെറ്റാവുകയാണെങ്കിൽ ഞാൻ അത് മേടിക്കാം. അതാകുമ്പോൾ പിന്നെ എനിക്ക് ഒരു പ്രശ്നമില്ല. എല്ലാ ദിവസവും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യും. സോ ഇതാണ് മൊട്ടാപ്പൂട്. ഞാൻ പണ്ട് ഇവിടെയാണ് ജനിച്ച് വളർന്ന് ഓടിക്കളിച്ചത് എൻ്റെ 10ാം ക്ലാസ് വരെ. ഇന്ന് മൺഡേ ആയതുകൊണ്ട് ഭയങ്കര റഷാണ്. റോഡ് മൊത്തം ഇപ്പോൾ രാവിലെ 9 മണി ആയതേ ഉള്ളൂ. റോഡ് മൊത്തം നല്ല തിരക്ക്. എവിടെ നോക്കിയാലും വണ്ടി. ഇങ്ങനെയൊക്കെ കയറിയില്ലെങ്കിൽ അവിടെ മൊത്തം നിൽക്കേണ്ടി വരും. ഇന്ന് മൊത്തം ഒന്നാണ് ആ ബസ്സിൻ്റെ ബാക്കിൽ. ഇന്നലെ രാത്രി 2 മണിയായി വീട്ടിൽ വന്നത് ആ മധുര ബിരിയാണി വാങ്ങി കഴിച്ചത്. പ്രത്യേകിച്ച് ഞാൻ നൈറ്റ് നോൺ വെജ് കഴിക്കാറില്ല, പക്ഷേ അങ്ങനെ കഴിക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ വൈകുന്നേരം ഒരു 6 മണി 7 മണിക്കകത്ത് വൈകുന്നേരത്തെ ഫുഡ് കഴിക്കുക. അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആയിരിക്കും രാവിലെ എണീക്കുമ്പോൾ. ഈ മിഡ് നൈറ്റ് വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീക്കാൻ പറ്റത്തില്ല. രാവിലെ എണീക്കുമ്പോൾ വയറ് വല്ലാതെ പോലെ ഇരിക്കും. ഞാനങ്ങനെ കഴിക്കാറില്ല, വളരെ റയറാണ്. അപ്പോൾ ഇന്നലെ ഒരു വെറൈറ്റിക്ക് വാങ്ങിച്ച് കഴിച്ചത്. അത് കാരണം ഉറക്കവും കറക്റ്റായിട്ടില്ല. ഞാൻ ഒരാഴ്ച ഫുള്ള് സൊമാറ്റോ ഓടിയിട്ടും എനിക്ക് ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇരുന്നൊരു ടൈമുണ്ട്. അന്ന് ഞാൻ ചെയ്തത് ഈ വൈകുന്നേരം 5-6 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കും, വൈകിട്ട്. അങ്ങനെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും. വൈകിട്ട് ഒരു 5:30-6:30 ആ റേഞ്ചിൽ ഡിന്നർ കഴിക്കാൻ നോക്കും. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ച കഴിക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. മിഡ് നൈറ്റ് കഴിക്കണതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം കഴിക്കണ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ദഹിക്കത്തില്ല. കംപ്ലീറ്റ് ആയിട്ടല്ല, ഒട്ടും അത് ദഹിക്കത്തില്ല. അത് വയറ്റിൽ മറ്റേ വെറും ഇതുപോലെ, അത് വയറ്റിൽ വെറും ഫാറ്റ് പോലെ അടിഞ്ഞു കിടക്കും ആ ഒരു സാധനം. അപ്പോഴത്തേക്ക് പിന്നെ ഉറക്കം കറക്റ്റ് ആകത്തില്ല. രാവിലെ എണീക്കുമ്പോൾ വയറിനകത്തൊരു പുകച്ചിൽ വരും. പിന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നും, ഇടയ്ക്ക് ബാത്റൂമിൽ പോകാൻ തോന്നും. മഴ തുടങ്ങി. ഞാനിത് ഓഫ് ചെയ്യാം, കാരണം ഇനി അന്നത്തെ കണക്ക് ഫോണ് ചാടി പോണെങ്കിൽ പണിയാവും. അപ്പോൾ ഇന്നലെയും ഫുൾ അടിച്ചിട്ടുണ്ട്. 2079 രൂപയാണ് ഇന്നലെ ടോട്ടലി ഏൺ ചെയ്തത്. നമുക്ക് എന്തായാലും ഡേ നോക്കാം. സോ ഡേ നോക്കുമ്പോഴത്തേക്കും ആ 2018 കറക്റ്റ് ആലോചിച്ച് നോക്കുക. രാത്രി 11 മണി വരെ നിന്ന് 24 ഓർഡർ 2018 രൂപ. പിന്നെ ഒരു ഓർഡർ തൊട്ട് അടുത്ത ദിവസം പോയി, അതായത് 11 മണിക്ക് ശേഷം. അങ്ങനെ നമുക്ക് കറക്റ്റ് കൗണ്ട് വരത്തുള്ളൂ. അപ്പോൾ 25 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ 700 രൂപയാണ് ഇൻസെൻറ്റീവ്. അങ്ങനെ ഇൻസെൻറ്റീവും കിട്ടി. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഞാൻ 1318 ഇന്നലെ എടുത്തത്. 1362 രൂപയാണ് ടോട്ടൽ ഏൺ ചെയ്തത്. 1318 12 മണിക്ക് മുമ്പും ബാക്കി എമൗണ്ട്
ഈ ഒരു 12 മണിക്ക് ശേഷമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 700 രൂപ ഇൻസെൻറ്റീവും അൺലോക്ക് ആക്കിയിട്ടുണ്ട്. 12 ജിഗ് കംപ്ലീറ്റ് ചെയ്തു. 12 ജിഗ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരെണ്ണം തലേ ദിവസത്തെയാണ്, 1-2 തലേ ദിവസത്തെ ജിഗാണ്. അതായത് ഞായറാഴ്ചത്തെ ഈ 12 മണിയകത്ത് 1 to 2 ഒക്കെയാണ്. കാരണം അങ്ങനെ നിന്നാണ് ഞാൻ ഫുൾ അടിച്ചത്. എനിക്ക് ഈ എമൗണ്ടിൽ കയറാൻ പറ്റിയില്ല, കാരണം ഇന്നലെ മഴയൊന്നും അങ്ങനെ മഴ ആയിട്ട് ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഒരു ക്ലൗഡ്, മൊത്തം ഒരു മഞ്ഞും ക്ലൗഡും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ മഴ പെയ്തിട്ടില്ല, റെയിൻ സർജും അങ്ങനെ വലിയ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ടിൽ ഒതുങ്ങിയത്. അല്ലെങ്കിൽ 1630 കയറി 2500 രൂപ അടുപ്പിച്ചുള്ള ഏണിങ്സ് കിട്ടിയേനെ. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.